വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും വീണ്ടും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരു കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ നമ്മുടെ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയിരുന്നു, നമ്മുടെ FC. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനും എങ്ങനെയാണ് ആ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയെന്നും വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ചാനൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം വേറെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ യമഹയുടെ FZ3 ആണ്. ആ ഒരു വണ്ടി ഞാനിപ്പോൾ എടുത്തിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞ വർഷം 2020 ഡിസംബർ 28-നാണ് ഞാൻ ആ ഒരു വണ്ടി ഡെലിവറി ചെയ്തത്. ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞു. അപ്പോൾ 1 ഇയർ കഴിഞ്ഞ സമയത്തൊക്കെ വണ്ടി എൻ്റെ കയ്യിലില്ല. വണ്ടി ആക്സിഡൻ്റായി. വണ്ടി ആക്സിഡൻ്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 23-നാണ് വണ്ടി ആക്സിഡൻ്റ് ആയത്. ആക്സിഡൻ്റ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ആണ് വണ്ടി ഓടിച്ചത്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ ക്വാറൻറ്റൈൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട് വണ്ടിയായിട്ട് പോകുന്ന സമയത്ത് അവൻ സിഗ്നലിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും മിക്ക ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, റെഡ് സിഗ്നൽ വീണ് കഴിഞ്ഞാലും നമ്മൾ വണ്ടി ക്രോസ് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്ന സീൻ. അപ്പോൾ ഇവൻ്റെ മിസ്റ്റേക്കല്ല, ഇവൻ സിഗ്നലിൽ തന്നെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ സിഗ്നലിൽ വീണ സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കിടന്നു വെച്ച് കഴിഞ്ഞാൽ വേറൊരു വണ്ടി, അതൊരു ബുള്ളറ്റായിരുന്നു. അപ്പോൾ അവർ റെഡ് സിഗ്നലിൽ അവരുടെ ആ ഒരു സിഗ്നൽ ക്ലോസ് ചെയ്ത് റെഡ് സിഗ്നൽ വീണ സമയത്ത് അവർ വണ്ടി വന്ന സ്പീഡിൽ തന്നെ അവർ എടുത്ത് പോവുകയാണ് ചെയ്തത്. ആ സമയത്ത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടി എൻ്റെ വണ്ടിയിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. ആ വണ്ടി നേരെ വന്ന് നല്ല ഇടിയായിരുന്നു. അത്യാവശ്യം ഒരു ഇമ്പാക്റ്റിൽ അവൻ തെറിച്ച് പോവുകയാണ് ചെയ്തത്. ആ ഒരു ഇടിയിൽ നമ്മുടെ ഫ്രണ്ടിലാണ് വന്ന് ഇടിച്ചത്. അപ്പോൾ ആ സമയത്ത് അവൻ തെറിച്ച് പോയി. ഭാഗ്യത്തിന് അവന് ഒന്നും ഒരു പോലും പറ്റില്ല. അത് തന്നെ നമുക്ക് ഏറ്റവും വേണ്ടത്. കാരണം വണ്ടിയിൽ നമുക്ക് എന്ത് പറ്റി നമുക്ക് റിപ്പയർ ചെയ്യാം, പക്ഷേ ആൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് എന്തോ ഭാഗ്യം, അവന് ഒന്നും പറ്റിയില്ല. അവൻ സേഫായിരുന്നു, ഹെൽമെറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ മിസ്റ്റേക്ക് അല്ലായിരുന്നു. അവിടെ തൊട്ടടുത്ത് തന്നെ പോലീസുകാരുണ്ടായിരുന്നു. അവർ കണ്ട് നിൽക്കുമായിരുന്നു ഈ ഒരു ആക്സിഡൻറ്റ്. അപ്പോൾ മറ്റവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളാണെങ്കിലും അത്യാവശ്യമൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഒന്ന് വരുന്ന സ്പീഡിൽ നമ്മൾ റെഡ് സിഗ്നലൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടോ. പക്ഷേ അത് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നല്ലൊരു പണി തന്നെ കിട്ടും. അങ്ങനെ അത്യാവശ്യം നമ്മുടെ വണ്ടിക്ക് നല്ല രീതിയിൽ പണിയും കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പോൾ വണ്ടി ഇടിച്ചത് നവംബർ 23-നായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ആ സമയത്ത് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടിയുടെ കാര്യങ്ങൾ കൊണ്ട് ഓടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയത്. സ്റ്റേഷൻ്റെ കാര്യങ്ങളാണെങ്കിലും ഷോറൂമിലെ കാര്യങ്ങളാണെങ്കിലും എല്ലാം അവൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ വണ്ടി ഇപ്പോൾ ഷോറൂമിൽ തന്നെയാണ് വണ്ടി ഇറങ്ങുന്നത്. വണ്ടി ഇതുവരെയായിട്ടും ഇറങ്ങിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ സ്പെയർ കുറച്ച് കിട്ടാൻ ലേറ്റായി. സ്പെയർ എന്ന് വെച്ചാൽ ഒരു ഡിലേ വന്നിരുന്നു. ആ സമയത്ത് പുറത്തൊക്കെ കൊറോണയുടെ സീനൊക്കെ ഉണ്ടതുകൊണ്ട് കുറച്ച് ഡിലേ വന്നു. നമ്മുടെ വണ്ടിയുടെ അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ കഴിയാറായിട്ടുണ്ട്. മിക്കവാറും ഈ ഫെബ്രുവരി 1 തന്നെ നമുക്ക് വണ്ടി കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് ജനുവരി 31 അന്നാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ഈ വണ്ടി ആക്സിഡൻ്റ് ആയെന്നൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ എന്താ പറയുക, വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 മാസം മുന്നേ ഞാൻ ഷോറൂമിൽ പോയിരുന്നു. 1 മാസത്തിന് മുന്നേ ചെന്ന സമയത്ത് വണ്ടിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഇരിപ്പുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടിക്ക് പറ്റിയ പണികൾ. ഇപ്പോൾ ഒരു പറ്റിയ കംപ്ലയിൻസൊക്കെ ആണെങ്കിൽ സ്റ്റമ്പ് 2 ബെൻഡായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അലോയ്സ് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മെയിനായിട്ട് കംപ്ലയിൻറ്റ് കാര്യങ്ങളുള്ളത്. മീറ്ററിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല, മീറ്റർ വർക്കിംഗ് ആണ്. മീറ്ററിൻ്റെ സൈഡൊന്നും പറ്റിയൊന്നുമില്ല. മെയിനായിട്ട് കംപ്ലയിൻറ്റ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ മെയിനായിട്ട് പറ്റിയത് സ്റ്റമ്പ് മെയിനായിട്ട് 2 ബെൻഡായിട്ടുണ്ട്. 2 സ്റ്റമ്പ് മാറ്റുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിസ്ക് കാര്യങ്ങൾ, പിന്നെ അലോയ് ശരിക്കും പോയിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ വണ്ടിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം ഫ്രണ്ടിൽ നല്ല രീതിയിൽ പണിയും കാര്യങ്ങളൊക്കെ കിട്ടി. സസ്പെൻഷൻ ആണെങ്കിലും നമ്മുടെ അലോയ്സ് ആണെങ്കിലും
അത്യാവശ്യം നല്ല രീതിയിൽ പറ്റുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് വണ്ടി ഞാൻ ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ വണ്ടി എടുത്തത് ആ ഒരു കണ്ടീഷനിൽ നമുക്ക് വണ്ടി കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് എല്ലാ സാധനവും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഹെഡ്ലൈറ്റ് അടക്കം ഹാൻഡിൽ ബാർ എല്ലാം നമ്മൾ മാറ്റുന്നുണ്ട്. കാരണം നമുക്ക് അറിയാമല്ലോ ഒരു അത്യാവശ്യം നല്ലൊരു ഇമ്പാക്റ്റ് ഇടിയായിരുന്നു ആ ഒരു ആക്സിഡൻറ്റ് പറ്റിയത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ആർക്കും സംഭവിക്കാവുന്നൊരു കാര്യം തന്നെയാണ്. എന്തായാലും നല്ല ടൈം തന്നെ ആയിരുന്നു ആ ഒരു മാസം എന്ന് പറഞ്ഞാൽ. പിന്നെ കൊറോണ സമയമായിരുന്നു, അതിന് ശേഷമാണ് വണ്ടി ആക്സിഡൻ്റ് ആയത്. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ മാസം എനിക്കും ഒരു ആക്സിഡൻ്റ് ഉണ്ട്. അപ്പം എനിക്ക് വർക്കിന് വണ്ടി ആക്സിഡൻറ്റിന് ശേഷം എനിക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവൻ്റെ വണ്ടിയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ വണ്ടി കൊണ്ടാണ്, ഗ്ലാമറാണ് കേട്ടോ. ഇപ്പോൾ ഇതും കൊണ്ടാണ് ഞാൻ വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണേ. അപ്പോൾ ഇതും കൊണ്ട് പോകുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന സമയത്ത് വൈകിട്ടായിരുന്നു. ആ സമയത്ത് വേറൊരു വണ്ടി റോങ് സൈഡ് കയറി വന്നു. പുള്ളി ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ മാക്സിമം സൈഡാക്കി. പക്ഷേ എന്നിരുന്നാൽ പോലും എന്താ പറയുക, പുള്ളി നേരെ ഇങ്ങോട്ടൊന്ന് കയറ്റി. ആ ഒരു സമയത്ത് പായതിനൊന്നും പറ്റിയില്ല. അവൻ്റെ കൈക്കാണെങ്കിൽ ചെറിയൊരു ചതവും പിന്നെ കാലിലും ചെറിയൊരു ചതവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് കുഴപ്പമൊന്നുമില്ല. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ട്, എന്തായാലും പയ്യെ മാറുള്ളൂ. വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടിക്കാണെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും പറ്റില്ല. ഇവിടെ ഉണ്ടോ പുള്ളി ഇടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലേക്കാണ് വണ്ടി വന്ന് ഇടിച്ചത് പുള്ളി. അപ്പോൾ സ്ക്രാച്ച് കാർഡ് ഉള്ളത് കൊണ്ട് ഭാഗ്യത്തിന് കാലിലൊന്നും പറ്റിയില്ല. ആ സ്ക്രാച്ച് കാർഡ് ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു ഇടി ഫുൾ എൻ്റെ കാലിനായേനെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പണി കിട്ടിയേനെ. അപ്പോൾ സ്ക്രാച്ച് കാർഡ് കൊണ്ടൊരു ഗുണം ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ളൊരു എന്തെങ്കിലും ഇടിയൊക്കെ വരികയാണെങ്കിൽ മാക്സിമം പ്രൊട്ടക്റ്റ് തരുന്നൊരു സാധനമാണ് കേട്ടോ സ്ക്രാച്ച് കാർഡ്. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് വണ്ടി യൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ സ്ക്രാച്ച് കാർഡ് മാറ്റി കളയരുത്. ഏറ്റവും നല്ലൊരു സേഫ്റ്റിയാണത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സൈഡ് ഒരു കവറുണ്ടായിരുന്നു, അതും പൊട്ടിപ്പോയിട്ടുണ്ട്. അത് നമ്മൾ അത്യാവശ്യം അത് റെഡിയാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് റെഡിയാക്കണം. അപ്പോൾ ഭാഗ്യത്തിനൊന്നും പറ്റില്ല. ഇതാണ് സമയം, നല്ലൊരു സമയം തന്നെയായിരുന്നു ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടി ഇറങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ട്രാവൽ സീരീസ് ആണെങ്കിലും ഒരുപാട് വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കാരണം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം നമ്മുടെ വണ്ടി എങ്ങനെയാണ് ആക്സിഡൻറ്റ് ഉണ്ടായതെന്നും ആ ഒരു വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്നും ഒരുപാട് ആളുകൾ നമുക്ക് പേഴ്സണലി നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, വാട്സപ്പിലാണെങ്കിലും വണ്ടിയുടെ എന്തായി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, വീഡിയോ ചെയ്ത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് സാദി വ്ളോഗ്സ്. അതുവരെയും ബൈ.